മുഅ്മിനീങ്ങളെ, മഹാനായ താജുൽ ഉലമ ജീവിച്ച കാലമാണ്, നൂറുൽ ഉലമ ജീവിച്ച കാലമാണ്, ഇപ്പോൾ സുലൈമാൻ ഉസ്താദിന്റെ ജീവിതകാലമാണ്. അതിനെല്ലാം പുറമേ കേരളം കണ്ട, ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജീവിക്കുന്ന ഈ ഒരു കാലത്ത് അല്ലാഹു ജീവിക്കാൻ നമുക്ക് വന്ന ഭാഗ്യം അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ആ അഹ്ലുസുന്നയുടെ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്ന് ജീവിക്കുന്നവരാകണം. സുബ്ഹാന ജല്ല ജലാലുഹു. ആരാണ് സുൽത്താനുൽ ഉലമ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാത്രി ബയാറു സലാത്തില് ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭിസംബോധനം ചെയ്തിട്ട് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ 5 or 6 പരിപാടികൾ എല്ലാം ക്യാൻസൽ ചെയ്ത് മർക്കസിൽ പോയി. ഇന്ന് രാത്രി വീണ്ടും കാസർഗോഡ് വരുന്നു. നാളെ ഇന്ന് ക്യാൻസാക്കിയ മുഴുവൻ പരിപാടികളും നാളെയാണ്. സുബ്ഹാനല്ലാഹ്. രാവിലെ 700-800 വരുന്ന പണ്ഡിതന്മാർക്ക് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി അതിന് ക്ലാസ് എടുത്തിട്ട് 6 മണിക്കിരുന്ന് 8 മണി വരെ ക്ലാസ് എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് 8 മണിയാകുമ്പോ നേരെ ബിരുദാനന്തര ബിരുദം ആ തഖസ്സുസ് കോഴ്സിലേക്ക് പോയിട്ട് അവിടെ തഫ്സീർ ക്ലാസ് എടുത്തിട്ട് 9:15 താഴോട്ടിറങ്ങുമ്പോ മർക്കസിന്റെ റൂമിന്റെ മുറ്റത്ത് ആയിരങ്ങളാണ്. സുൽത്താനുൽ ഉലമയോട് സങ്കടം പറയാൻ, ബേജാറ് പറയാൻ, കേരളത്തിന്റെ, കർണാടകയുടെ, തമിഴ്നാട്ടിന്റെ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പള്ളി വേണ്ടവര്, മദ്രസ വേണ്ടവര്, വീടില്ലാത്തവര്, മക്കളെ കെട്ടിക്കാൻ കഴിയാത്തവര്, സുഖമില്ലാതെ കിടക്കുന്നവര്, ക്യാൻസർ പിടിച്ച് ചികിത്സയ്ക്ക് കാശില്ലാത്തവര്, ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിന്റെ മേധാവികള് എല്ലാവർക്കും 9:15 പോയി ഓഫീസിൽ ഇരുന്നിട്ട് അതാ എല്ലാവർക്കും പുഞ്ചിരിക്കുന്ന പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 10-10:30 മണി വരെ പരിഹാരം പറഞ്ഞ് പിന്നീട് ലാസ്റ്റ് കളിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. കേരളത്തിലേക്ക്, കർണാടകയിലേക്ക്, ഇന്ത്യയിലേക്ക് അല്ല, ലോകത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിലേക്ക്. രാത്രി ഉസ്താദ് ഈജിപ്തിലാണ്, മഹാനായ സുൽത്താനുൽ ഉലമ രാത്രി കുവൈത്തിലാണ്, ഖത്തറിലാണ്, ബഹ്റൈനിലാണ്, രാവിലെ ബുഖാരി ക്ലാസിനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അന്താരാഷ്ട്ര ഇസ്ലാമിക് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെടുന്ന പണ്ഡിതന്മാർ. ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെടുന്ന ഒരേ ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. സുബ്ഹാനല്ലാഹ്. ആ പണ്ഡിത സമ്മേളനത്തിൽ അങ്ങ് പങ്കെടുക്കാനെത്തിയാൽ 500-ലധികം വരുന്ന ലോക പണ്ഡിതന്മാർ അവരെല്ലാം കാതോർക്കുന്നൊരു പ്രസംഗമുണ്ടവിടെ. അത് ഇന്ത്യയുടെ സുൽത്താനിന്റെ പ്രസംഗമാണ്. അതാണ് മഹാനായ സുൽത്താനുൽ ഉലമ. ലോകരാജ്യത്തുള്ള പണ്ഡിതന്മാർ കാതോർക്കുകയാണ്. ആ നേതാവിന്റെ ആയുസ് നൽകണം റഹ്മാനേ. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലായി 2400-ലധികം പള്ളി നിർമ്മിച്ച മഹാൻ, എത്രയോ മദ്രസകൾ നിർമ്മിച്ച മഹാൻ, എത്രയോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത മഹാൻ, എത്രയോ പാവങ്ങൾക്ക് കിണറിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുത്ത മഹാൻ, എത്രയോ പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത മഹാൻ, ഇന്നും ആയിരക്കണക്കിന് 10,000-കണക്കിന് യതീമക്കളെ പൊത്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന മഹാൻ. അബുദാബിയിൽ പോയാൽ അറിയാം, എണ്ണടിക്കാൻ വേണ്ടി പമ്പിലേക്ക് കയറിയാൽ അവിടെ കാണാൻ നമ്മളെ കേരളത്തിന്റെ, കർണാടകയിലെ SSFന്റെ പ്രവർത്തകരെ കാണാം. നമ്മളെ കണ്ടാൽ എന്തൊരു സന്തോഷമാണ്. കാന്തപുരം ഉസ്താദിന്റെ കീഴിലായി എഡ്ഡോക്കിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകര് ഇങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബത്തിന്റെ കണ്ണീരൊലിപ്പിച്ച് സഹായം നൽകിയ മഹാനായ സുൽത്താനുൽ ഉലമ. ഉറക്കില്ലാതെ ഊണില്ലാതെ ഈ ദീനിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാൻ. അല്ലാഹുവേ, ഈ ഒരു നേതാവ് ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾക്കിനി ജീവിക്കാൻ തന്ന അവസരം അൽഹംദുലില്ലാഹ്. ആ നേതാക്കന്മാരെ പിന്നാലെ, താജുൽ ഉലമയുടെ പിന്നാലെ, നൂറുൽ ഉലമയുടെ പിന്നാലെ